കാരണമല്ല, എന്തും ചെയ്യും, അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യുമെന്നുള്ള ധിക്കാരവും ധാർഷ്ട്യവും അവസാനിച്ചിട്ടില്ല. ഇതുപോലത്തെ ഒരു കേരളം കണ്ട, കേരളം ഞെട്ടിത്തെറിച്ച ഒരു കൊടും കൊലപാതകത്തിലെ പ്രതികളെയാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അവർക്ക് ഇഷ്ടം പോലെ പരോൾ കൊടുക്കുക, ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. അവരാണ് മെനു നിശ്ചയിക്കുന്നത്. ചൈനീസ് വേണോ, തണ്ടൂരി വേണോ, കേരള സ്റ്റൈൽ വേണോ എന്ന് തീരുമാനിക്കുന്നവരാണ് അവരുടെ ഭക്ഷണം ജയിലിൽ. അവർ ആവശ്യപ്പെടുന്ന ഭക്ഷണം, ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം ജയിലിൽ ചെയ്തു കൊടുക്കുകയാണ്. കാരണം പാർട്ടി പറഞ്ഞിട്ട് കൊലപാതകം നടത്തിയതല്ലേ, പാർട്ടി സംരക്ഷിക്കുകയാണ്, അവരെ അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കുകയാണ്. അപ്പോൾ കുറെ ആളുകൾക്ക് ഇളവ് കൊടുക്കാൻ വരുന്ന അവസരത്തിൽ ഈ പേരുകൾ കൂടി തിരികെ കയറ്റിയിരിക്കുകയാണ്. അവർക്ക് കൂടി ഇളവ് കൊടുക്കാൻ, ശിക്ഷാ ഇളവ് കൊടുക്കണമെന്ന് ഹൈക്കോടതി വിധിയിലുണ്ട്. ആ വിധി ലംഘിച്ചുകൊണ്ടാണ് ഈ നടപടിക്രമം നടത്തിയിരിക്കുന്നത്. ജയിലധികൃതർ വെറുതെ കൊടുക്കില്ലല്ലോ ഇവരുടെ പേരുകൾ. സർക്കാർ സ്വാധീനിച്ചിട്ടും പാർട്ടി സ്വാധീനിച്ചിട്ടും ചെയ്തിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ മടിക്കില്ലെന്നാണ് അതിന്റെ അർത്ഥം. അതാണ് മെസ്സേജ്. പഴയ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും ഒരു കുറവുമില്ലെന്നാണ് മെസ്സേജ്. അതാണ് ഞാൻ പറഞ്ഞത്. തെറ്റ് തിരുത്താനല്ല, തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് CPM വഴുതി വീഴുകയാണ്. വീണ്ടും പാഠം പഠിച്ചില്ല. ഉറപ്പായിട്ടും എല്ലാ വഴിയിലും പോകും, എല്ലാ വഴിയിലും പോകും, എല്ലാ വഴിയിലും രാഷ്ട്രീയമായും നിയമപരമായും അതിനെ നേരിടും. ജയിൽ മേധാവി പറയുന്നത് 10 വർഷം തടവ് ശിക്ഷ പൂർത്തിയാക്കിയ പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നേടാം, ഇതൊരു സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമാണ്. ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. ശിക്ഷാ ഇളവ് കൊടുക്കരുതെന്ന് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേരുടെയൊക്കെ ശിക്ഷാ കാലയളവ് കൂട്ടിയതല്ലേ ഹൈക്കോടതി. ശിക്ഷാ ഇളവ് കൊടുക്കരുത് പറഞ്ഞ പ്രതികളെ ശിക്ഷാ ഇളവ് കൊടുക്കണം എന്ന് പറയാൻ ഈ ജയിൽ മേധാവിക്ക് എന്താ അധികാരം? എന്താ അധികാരം ജയിൽ മേധാവിക്ക്? ഹൈക്കോടതി വിധിയെ ലംഘിക്കാനുള്ള അധികാരം മാത്രമല്ല, ഇത് പ്രിവിലേജ്ഡ് ക്രിമിനൽസാണ്, ക്രൂരമായ കൊലപാതകം ചെയ്ത ആളുകളാണ്. അവരുടെ പേരുകൾ ശുപാർശ ചെയ്യാൻ ജയിൽ അധികൃതർക്ക് എന്താ? ഞങ്ങൾ നിയമസഭയിൽ ഇത് വളരെ ഭംഗിയായിട്ട് ഞങ്ങളിത് അവതരിപ്പിച്ചു. മലബാറിലെ 6 ജില്ലകളിലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് സീറ്റുകൾ ബാക്കിയാകും എന്നാണ് പറഞ്ഞത്. സീറ്റുകൾ ബാക്കിയാവും എന്നാ പറഞ്ഞത്. സീറ്റുകൾ ബാക്കിയാവുകയാണെങ്കിൽ എന്തിനാണ് 30% സീറ്റുകളുടെ മാർജിനൽ ഇൻക്രീസ് അവിടെ കൊടുത്തത്? സീറ്റ് ബാക്കിയാവുകയാണെങ്കിൽ 30% മാർജിൻ. ഇപ്പോ 40:1 ആണ്. ഒരു അധ്യാപകന് 40 കുട്ടികളാണ് വേണ്ടത്. ഇപ്പൊ തന്നെ ഓൾറെഡി 50 കുട്ടികളുണ്ട്. ഈ 30% കൂടി വർദ്ധിക്കുമ്പോൾ 65 മുതൽ 75 വരെ ഒരു കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ. അധ്യാപകൻ മൈക്ക് വെച്ച് ക്ലാസ് എടുക്കേണ്ട, സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന പോലെ അധ്യാപകൻ ക്ലാസ് എടുക്കേണ്ട സ്ഥിതിയാണ്. ഈ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി വരെ താഴോട്ട് പോവുകയാണ്. പിന്നെ അഡ്മിഷൻ കിട്ടുന്ന എവിടെയാണെന്നറിയാമോ? ഇപ്പൊ പൊന്നാനി താലൂക്കിൽ ഉള്ള ഒരു കുട്ടിക്ക്, ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഏറനാട് താലൂക്കിലെ നിലമ്പൂരിൽ അഡ്മിഷൻ കിട്ടിയിട്ട് കാര്യമുണ്ടോ? എത്രയോ കിലോമീറ്റർ, 10, 50, 100 കിലോമീറ്റർ യാത്ര ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾ പറഞ്ഞിരുന്നാണ് സ്റ്റേറ്റ് വൈഡ് യൂണിറ്റ് ആക്കരുത്, താലൂക്ക് യൂണിറ്റ് ആക്കണം. താലൂക്ക് വൈസ് യൂണിറ്റ് ആക്കിയിട്ട് കൊടുക്കണം. 10 കിലോമീറ്റർ പരിധി, 100 കിലോമീറ്റർ ദൂരപരിധിയിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി എങ്ങനെ പഠിക്കാൻ പോകും? അപ്പൊ എന്താ പഠിക്കണ്ടെന്ന് തീരുമാനിക്കും. ഇവരുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 7,000 സീറ്റ് ബാക്കി വന്നു. അപ്പൊ ഒരു ചേരാനിട്ടാണ്. കുട്ടികൾ എങ്ങനെ പോവും? ഒരു സാധാരണ വീട്ടിലെ കുട്ടി ഇപ്പോ ഇവിടെ എറണാകുളത്ത് പറവൂരുള്ള ഒരു കുട്ടിക്ക് കൊച്ചിയിലാണ് അഡ്മിഷൻ കിട്ടുന്നെങ്കിൽ, അല്ലെങ്കിൽ കോതമംഗലത്താണ് കിട്ടുന്നെങ്കിലോ +1 പോകാൻ പറ്റുമോ? സാധാരണ വീട്ടിലെ കുട്ടികൾക്ക് പോകാൻ പറ്റുമോ? ഇത് അതിനേക്കാൾ ദൂരെയുള്ള സ്ഥലത്താണ് കിട്ടുന്നത്. അപ്പോൾ താലൂക്ക് വൈസ്, യൂണിറ്റ് വൈസ് ചെയ്ത് ബാച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഈ മാർജിനൽ ഇൻക്രീസ് കൊടുത്ത് വിദ്യാഭ്യാസ നിലവാരം തകരും. ഞങ്ങളിത് കണക്കുകളുടെ പിൻബലത്തോടു കൂടി കറക്റ്റായിട്ട് ഓരോ സീറ്റിന്റെ എണ്ണം, പാസ്സായ കുട്ടികളുടെ എണ്ണവും എലിജിബിലിറ്റി ഉള്ള കുട്ടികളുടെ എണ്ണം അഡ്മിഷൻ എടുക്കേണ്ടത്, അത് മൈനസ് സീറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ഓരോ ജില്ലയിലും പറഞ്ഞതാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ സമരം ഈ രംഗത്തുണ്ടാവും.